നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷം ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ജ്യോതിഷപരമായ പ്രധാന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ചാനലിലൂടെ ചർച്ച ചെയ്യുന്നത്. ഇന്ന് നമുക്ക് നോക്കാനുള്ളത് ഈ ആഴ്ച നടക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രഹ സ്ഥാനമാറ്റമാണ്. അതായത് 2024 ജൂൺ 29 തീയതി, അതായത് നാളെ മുതൽ ശനി വക്രഗതിയിൽ സഞ്ചരിക്കാൻ പോവുകയാണ്. വക്രഗതി എന്ന് പറഞ്ഞാൽ പിന്നോട്ടുള്ള ഗതി എന്നാണ് അർത്ഥം. പക്ഷേ നമുക്കറിയാം, നമ്മൾ പഴയ ആചാര്യന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ വക്രഗതി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഗ്രഹം പുറകോട്ട് പോകുന്നതല്ല, ഭൂമിയും ആ ഗ്രഹവുമായിട്ടുള്ള കോണീയ അകലം അല്ലെങ്കിൽ ആംഗുലാർ ഡിസ്റ്റൻസ് വ്യത്യാസപ്പെടുന്നത് കൊണ്ട് ഭൂമിയിൽ നിന്ന് നിരീക്ഷിക്കുന്ന ഒരാൾക്ക് ഗ്രഹം പുറകോട്ട് പോകുന്നതായിട്ട് തോന്നുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫലം പറയുമ്പോൾ അതിചാരേതു വക്രേതു പൂർവരാശിഗതം ഫലം, അതായത് പൂർവരാശിയുടെ ഫലം പറയണം എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. എങ്കിലും ഈ ശനി പിന്നോട്ട് സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ തോന്നുന്ന ആ സമയത്ത്, ശനി വക്രഗതിയിലായിരിക്കുന്ന ആ സമയത്ത് 12 കൂറുകളിൽപ്പെട്ട ആളുകൾക്കും, അതായത് 12 കൂറുകളിൽപ്പെട്ട 27 നക്ഷത്രക്കാർക്കും വ്യത്യസ്ത ഫലങ്ങളാണ് അനുഭവപ്പെടുന്നത്. അതിൽ അതീവ ഭാഗ്യം സിദ്ധിക്കാനിടയുള്ള ചില നക്ഷത്രക്കാരെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ഈ വക്രകാലം മുഴുവനല്ല ഈ ഭാഗ്യം സിദ്ധിക്കുന്നത്. ജൂലൈ 7 വരെ ചില നക്ഷത്രക്കാർക്ക് ശനിയുടെ വക്രം അനുകൂലമാവുന്നു, വ്യാഴത്തിൻ്റെ സ്ഥാനം കൊണ്ട് അനുകൂലമാണ്, ശുക്രനും അനുകൂലമാണ്, ബുധൻ്റെ സഞ്ചാരവും അനുകൂലമായിട്ട് വരുന്നു. അതുപോലെ തന്നെ ചൊവ്വ ദോഷകാരി അല്ലാതെയോ അനുകൂലമായിട്ടോ വരുന്ന നക്ഷത്രക്കാരും ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഏതാനും നക്ഷത്രക്കാരുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ആ നക്ഷത്രക്കാർക്ക് ഈ സമയത്ത്, ജൂലൈ 7 വരെയുള്ള സമയത്ത്, അവരുടെ വ്യാപാരം വർദ്ധിപ്പിക്കാനും അല്ലെങ്കിൽ അത് കൂടുതലായിട്ട് വികസിപ്പിക്കാനും മറ്റ് സ്ഥലങ്ങളിലേക്ക് എക്സ്പാൻഡ് ചെയ്യാനും അല്ലെങ്കിൽ കൂടുതൽ മേഖലകളിലേക്കോ പുതിയ ഒരു മേഖലയിലേക്കോ അവരുടെ ബിസിനസ് വ്യാപിപ്പിക്കാനും ഒക്കെ പറ്റിയ സമയമാണ്. അതോടൊപ്പം തന്നെ അവർക്ക് നല്ല വിജയകരമായ നിക്ഷേപങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു കാലഘട്ടമാണ് ജൂലൈ 7 വരെയുള്ള സമയം. അതായത് അടുത്ത ഒരാഴ്ച 7-8 ദിവസത്തെ സമയം. പിന്നെ പെട്ടെന്നുള്ള ഭാഗ്യാനുഭവങ്ങൾക്ക് ചില സാധ്യതകളുണ്ട്. അത് ലോട്ടറിയാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത്. അപ്പോൾ ലോട്ടറി എടുത്ത് വലിയ തുകയല്ല, ചെറിയ തുകയൊക്കെ എടുത്ത് പരീക്ഷിക്കാവുന്ന ഒരു കാലമാണ്. അപ്പോൾ പെട്ടെന്നുള്ള ഭാഗ്യാനുഭവം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് കടം കൊടുത്തിട്ട് കിട്ടാനുള്ള പൈസ പെട്ടെന്ന് അയാൾ തിരിച്ചുകൊണ്ട് തരുന്നതാകാം, അല്ലെ സുഹൃത്തുക്കളോ വല്ല സമ്മാനമായിട്ട് തരുന്നതാകാം, അല്ലെങ്കിൽ വിദേശത്തുള്ള ബന്ധുക്കൾ ചിലപ്പോൾ ഒരു പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ ഒരു സമ്മാനം എന്നുള്ള നിലയ്ക്ക് നമുക്ക് അയച്ചു തരുന്നതാകാം. ഇങ്ങനെ പല രീതിയിൽ, അല്ലെങ്കിൽ പിതൃസ്വത്ത് പെട്ടെന്ന് ഭാഗം വെക്കുകയും നല്ലൊരു എമൗണ്ട് കയ്യിലേക്ക് വരുന്നതുമാകാം. അങ്ങനെ ഏതെങ്കിലുമൊക്കെ രീതിയിലാണ് ഈ ഒരു സമയത്ത് ഭാഗ്യം വരാൻ സാധ്യതയുള്ളത്. ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ഈ സമയത്ത് നമ്മൾ അലർട്ടായിട്ടിരിക്കണം, വളരെ ശ്രദ്ധാപൂർവം ഇരിക്കണം. എവിടുന്നാണ് അവസരങ്ങൾ വരുന്നത് എന്നറിയാൻ പറ്റിയല്ല. പ്രത്യേകിച്ച് വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്നവർ, സർവീസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരും, അതായത് നമ്മൾ എന്തെങ്കിലും സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് കൊടുക്കുന്ന ആളുകളും, അതുപോലെ തന്നെ പൊതുജനങ്ങളുമായിട്ട് വളരെ അടുപ്പമുള്ള രീതിയിൽ വ്യാപാരം ചെയ്യുന്നവർക്കും, അത് ഇപ്പം സാധാരണ പച്ചക്കറി കടകളോ മീൻ കടയോ ഒക്കെ ആകാം, അതെല്ലാം പൊതുജനത്തിന് വളരെ ആവശ്യമുള്ള കാര്യമാണ്. സൂപ്പർ മാർക്കറ്റുകളാകാം, ഇല്ലെങ്കിൽ നമുക്ക് വീട് ഉപകരണങ്ങൾ വിൽക്കുന്ന, വീട് പണിയാനുള്ള ഉപകരണങ്ങൾ ഒക്കെ വിൽക്കുന്ന സ്ഥാപനങ്ങളാകാം, അങ്ങനെ അല്ലെങ്കിൽ വൻകിട ടെക്സ്റ്റൈലുകളാകാം. അങ്ങനെ ജനങ്ങളുമായിട്ട് വളരെ അടുപ്പമുള്ള വ്യാപാരങ്ങൾ നടത്തുന്നവർക്ക് വളരെ അനുകൂലമായ ഒരുപാട് സന്ദർഭങ്ങൾ വന്നു ചേരും. അതുപോലെ തന്നെ മറ്റ് പ്രധാന വ്യാപാരങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനുള്ള അവസരങ്ങളുണ്ടാകും. ചിലർക്ക് വലിയ സ്ഥാപനങ്ങളുടെ ഏജൻസിയൊക്കെ കിട്ടാനുള്ള യോഗമുണ്ടാകും. അപ്പം അതാർക്കൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്തൂടെ നോക്കുന്നത്. ആ ഫലങ്ങൾ ആർക്കൊക്കെയാണ് കിട്ടുന്നത്. അപ്പം ശനിയുടെ ഫലം കൊണ്ട് മാത്രമല്ല, നേരത്തെ പറഞ്ഞല്ലോ, വ്യാഴം അനുകൂലമായിട്ട് വരുന്നു, ബുധൻ അനുകൂലമായിട്ട് വരുന്നു, ശുക്രൻ അനുകൂലമായിട്ട് വരുന്നു, ചൊവ്വ ദോഷകരമല്ലാതെ വരുന്നു. ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴാണ് ഈ 7-8 ദിവസങ്ങൾ അനുകൂലമായിട്ട് വരുന്നത്. അപ്പോൾ ഒരു ശ്രദ്ധാപൂർവം ജീവിതത്തെ ഒന്ന് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിവിടെ ഈ വീഡിയോ പറയുന്നത്. ആദ്യത്തേത് അശ്വതി ഭരണി നക്ഷത്രക്കാരാണ്. മേടക്കൂറിൽ ഉൾപ്പെടുന്ന 2 നക്ഷത്രങ്ങളാണ് അശ്വതിയും ഭരണിയും. അവർക്ക് 11ലാണ് ശനി ഇപ്പോഴ് സഞ്ചരിക്കുന്നത്. ശുക്രനാണെങ്കിൽ 3ലാണ്, മിഥുനൻ രാശിയിൽ 3ലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ശനി 11 എന്ന് പറഞ്ഞാൽ തന്നെ വളരെ ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കുന്ന കാലമാണ്.
അതോടൊപ്പം തന്നെ വ്യാഴം ധനഭാവമായ 2-ൽ ഇടവൻ രാശിയിൽ സഞ്ചരിക്കുന്നു. മേടൻ രാശിയുടെ അധിപതിയായ ചൊവ്വ മൂലക്ഷേത്രമായ മേടത്തിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത്. ഇങ്ങനെ 4 വിധത്തിൽ നേട്ടം ഉണ്ടാകുകയാണ്. ശനിയുടെ വക്രം കൊണ്ട് മാത്രമല്ല, അല്ലെ ശനി 11-ൽ സഞ്ചരിക്കുന്നതുകൊണ്ട് മാത്രമല്ല, ശുക്രനും ബുധനും ചൊവ്വയും എല്ലാം അനുകൂലമായിട്ട് വരുന്നു, വ്യാഴമൊക്കെ അനുകൂലമായിട്ട് വരുന്നു. അതുകൂടാതെ ബുധൻ 4-ാം ഭാവമായ കർക്കടകത്തിലേക്ക് ഇപ്പം കടക്കുകയാണ്. ഈ ജൂൺ അവസാനം ബുധൻ കർക്കടകത്തിലേക്ക് കടക്കുകയാണ്, അതായത് 4-ാം ഭാവത്തിലേക്ക്. 4-ാം ഭാവം എന്താണ്? വീട്, വാഹനം, മാതാവ്, മാതൃബന്ധുക്കൾ, ഇതൊക്കെയായിട്ടുള്ള മാതൃസ്വത്ത്, ഇതൊക്കെയായിട്ടുള്ള ബന്ധപ്പെടുന്ന ഒരു ഭാവമാണ് 4-ാം ഭാവം. അപ്പോൾ ബുധൻ 4-ൽ വരുമ്പോൾ ധനാപ്തി ആണ് ഫലം പറയുന്നത്. ധനാപ്തി എന്ന് പറഞ്ഞാൽ ധനലാഭം. അപ്പോൾ ഈ ഏത് സോഴ്സിൽ നിന്നും ധനം വരാം. മാത്രമല്ല നമ്മൾ ഈ ഗ്രഹനിലയെല്ലാം കൂടെ നോക്കുമ്പോൾ പെട്ടെന്നുള്ള ഒരു ധനലാഭത്തിന് സാധ്യതയുള്ള സമയമാണ്. സൂര്യനാണെങ്കിൽ അവരുടെ 3-ാം ഭാവമായ മിഥുനത്തിലാണ് സഞ്ചരിക്കുന്നത്. മേടം, ഇടവം, മിഥുനം, മേടക്കൂറിൽപ്പെടുന്ന അശ്വതി ഭരണി നക്ഷത്രക്കാരുടെ 3-ലാണ് സൂര്യൻ സഞ്ചരിക്കുന്നത്. 3-ൽ സൂര്യൻ എന്ന് പറഞ്ഞാൽ വ്യാപാരം മുഖേന നല്ല ലാഭം കിട്ടാനിടയുള്ള ഒരു ഗ്രഹസ്ഥിതിയാണ്. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കി പെട്ടെന്ന് അപ്പോൾ ഇതൊക്കെ ഈ ബുധനും ശുക്രനും ഒക്കെ കുറച്ച് ദിവസങ്ങളെ ഒരു രാശി നിൽക്കുള്ളൂ. അതുകൊണ്ടാണ് ഈ ജൂലൈ 7 എന്നൊരു കണക്ക് പറഞ്ഞത്. ജൂലൈ 7 ആകുമ്പോൾ ബുധൻ അടുത്ത രാശിയിലേക്ക് പോയി കാണും, ശുക്രനും അടുത്ത രാശിയിലേക്ക് കടക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ജൂലൈ 7 എന്നൊരു കണക്ക് പറയാനായിട്ട് കാരണമായത്. അതുപോലെ തന്നെ കൃഷിയുടെ നാഥനായ ശനി 11-ലാണ്, ലാഭസ്ഥാനത്താണ്. ഭൂമികാരകനായ ചൊവ്വ ലഗ്നത്തിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃഷിയിലൂടെയുള്ള സാമ്പത്തിക ലാഭം ഉണ്ടാവും. കൃഷി ഒരു ബിസിനസ്സായിട്ട് ചെയ്യുന്നവർക്ക്, കൃഷി ഒരു ആദായ മാർഗമായിട്ട് ചെയ്യുന്നവർക്ക് ഈ സമയത്ത് നല്ല ലാഭം ഉണ്ടാക്കാൻ സാധിക്കും. കാർഷിക ഉൽപ്പന്നങ്ങളുമായിട്ടോ ഉപകരണങ്ങളുമായിട്ടോ ബന്ധപ്പെട്ട ബിസിനസ്സുകാർക്ക് ഗുണകരമാണ്. അതുപോലെ തന്നെ യന്ത്രസാമഗ്രികൾ വിൽക്കുന്ന കടക്കാർക്ക് വളരെ ഗുണകരമാണ്. ഇപ്പോൾ ശനി വക്രത്തിലാണെങ്കിലും രാശി വിട്ടു പോകുന്നില്ല, പുറകോട്ട് പോകുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നില്ല. അതായത് അത്രയ്ക്ക് ആംഗുലാർ ഡിസ്റ്റൻസ് വ്യത്യാസപ്പെടുന്നില്ല, ഒരു നക്ഷത്രം പുറകോട്ട് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എങ്കിൽ പോലും ആ വക്രത്തിൽ സഞ്ചരിക്കുന്ന ശനി നമ്മൾ വൻവിലയ്ക്ക് വിൽക്കാമെന്ന് വിചാരിച്ചിരിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് അത്ര തന്നെ വില കിട്ടണമെന്നില്ല, അല്പം ഒന്ന് കുറയാം. അത് മാത്രമേ ഉള്ളൂ ഒരു എതിർഫലമായിട്ട് പറയാനുള്ളത്. പൊതുവെ നോക്കുമ്പോഴത്തേക്കും വളരെ ഗുണകരമാണ്. നിങ്ങൾ ഇപ്പോൾ ഒരു ലോട്ടറി ഒക്കെ എടുക്കുന്നെങ്കിൽ ധൈര്യമായിട്ടൊന്ന് ട്രൈ ചെയ്തുകൊള്ളുക. വലിയ തുകയുടെ വേണ്ട, ചെറിയൊരു തുകയുടെ ഭാഗ്യക്കുറി അല്ലെങ്കിൽ ഭാഗ്യപരീക്ഷണമൊക്കെ എടുക്കുന്നതിൽ ഒരു കുഴപ്പമില്ല, കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഈ അശ്വതി ഭരണി നക്ഷത്രക്കാർക്ക് ആർക്കെങ്കിലുമൊക്കെ അവർക്ക് ജാതകപരമായിട്ടും കൂടെ അത് ഗുണകരമാണെങ്കിൽ, ജാതകത്തിൽ വ്യാഴമൊക്കെ നല്ല ഭാവത്തിലാണെങ്കിൽ ഈ സമയത്ത് ഭാഗ്യ സാധ്യതയും ധനലാഭയോഗവുമുള്ള കാലമാണ്. പിന്നെയുള്ളത് ചില കാര്യങ്ങളുണ്ട്. സമൂഹത്തിൽ ബഹുമാനം വർദ്ധിക്കുന്ന കാലമാണ്, ബാങ്ക് ബാലൻസ് വർദ്ധിക്കുന്ന സമയമാണ്, സുഹൃത്തുക്കളിൽ നിന്ന് സഹായം കിട്ടും, പിന്നെ നമ്മൾ നേരത്തെ കടം കൊടുത്തിട്ട് കിട്ടുകയില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന പണം തിരികെ കിട്ടും. ഇതിനൊക്കെ യോഗം ഈ അശ്വതി ഭരണി നക്ഷത്രക്കാർക്ക് ഉണ്ട്. പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ വ്യാപാരത്തിൽ നേരത്തെ ഒപ്പം ഉണ്ടായിട്ട് വിട്ടുപോയ ചില സുഹൃത്തുക്കൾ കാണും, അവരെയൊക്കെ സംശയിക്കാനുള്ള സാധ്യതയുണ്ട്. അവർ നമുക്ക് വില പാരവെക്കുന്നുണ്ടോ എന്നൊക്കെ സംശയിക്കാൻ ഇടയുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും. യഥാർത്ഥത്തിൽ അവർ ഉപദ്രവം ചെയ്യുന്നില്ലായിരിക്കും, നമ്മുടെ മനസ്സിൻ്റെ ഒരു ചെറിയ ചഞ്ചലിത്വം അവിടെ ഉണ്ടായേക്കാം. പുതിയ സ്രോതസ്സുകളിൽ നിന്ന് പണം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ആത്മവിശ്വാസം വർദ്ധിക്കുന്ന സമയമാണ്. നിങ്ങളുടെ പ്രവൃത്തികളൊക്കെ വിലമതിക്കപ്പെടുന്ന സമയമാണ്, മറ്റുള്ളവർ അതിനെ അംഗീകരിക്കും. ആരോഗ്യ സംബന്ധമായിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാകാം, വലിയ ധനം നഷ്ടം ഉണ്ടാകുന്ന കാര്യമൊന്നും ഉണ്ടാകുകയില്ല. ദാമ്പത്യ ജീവിതത്തിൽ പൊതുവെ സന്തോഷമുണ്ടാകും, സാമൂഹ്യ ബന്ധങ്ങളിൽ ഉറപ്പുണ്ടാകും കൂടുതൽ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജന്മക്കൂറിലാണ് ചൊവ്വ സഞ്ചരിക്കുന്നത്. വാഹനം ഓടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കാര്യം രാശിനാഥനൊക്കെയാണ്, മൂലത്രികോണത്തിലാണ് നിൽക്കുന്നത് എങ്കിലും ഈ ചൊവ്വ നമ്മുടെ ലഗ്നത്തിൽ നിൽക്കുമ്പോൾ, അല്ലെ ചൊവ്വ നമ്മുടെ ജന്മക്കൂറിൽ സഞ്ചരിക്കുന്ന സമയത്ത് വാഹന ഉപയോഗം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. വലിയ അപകടങ്ങളല്ലെങ്കിലും ചെറിയ ചതവോ മുറിവൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൂടി കൂടെ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. സാമ്പത്തികമായിട്ട് നോക്കുമ്പം വ്യാഴം, ബുധൻ, ശുക്രൻ, അതോടൊപ്പം ശനിയുടെ സ്ഥിതിയും, അതുകൊണ്ട് തീർച്ചയായിട്ടും സമ്പത്തിന് ഗുണകരമായ കാര്യങ്ങൾ ഉണ്ടാകും, വ്യാപാരം വർദ്ധിക്കും. ഇപ്പോൾ ജൂൺ 29 ബുധൻ കർക്കിടകത്തിലോട്ട് മാറും എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ബുധനെ കൊണ്ട് ഗുണമാണ്. ശുക്രൻ ജൂലൈ 7 കർക്കിടകത്തിലേക്ക് വരുമ്പം ബന്ധുജന ഗുണം വർദ്ധിക്കുകയും ബന്ധുക്കൾ മൂലം
ധനലാഭം ഉണ്ടാകും, അധികാര ശക്തികൾ വർദ്ധിക്കും, അധികാര സ്ഥാനങ്ങളുമായിട്ട് നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെ വളരെ ഗുണകരമാണ്. വ്യാഴത്തിൻ്റെ സ്ഥാനവും ഗുണകരമാണ്. വ്യാഴം ധനഭാവത്തിലാണ് ഈ അശ്വതി ഭരണി നക്ഷത്രക്കാർക്ക് സഞ്ചരിക്കുന്നത്. അപ്പോൾ കാർത്തിക നക്ഷത്രത്തിൻ്റെ ഒരു പോർഷൻ മേടക്കൂറിൽ വരുന്നുണ്ടെങ്കിലും കാർത്തികയുടെ മുക്കാൽ ഭാഗവും ഇടവക്കൂറിലാണ് വരുന്നത്. അപ്പോൾ ഇടവക്കൂറിൻ്റെ മൊത്തത്തിലുള്ള സ്ഥിതി വെച്ച് നോക്കുമ്പോഴത്തേക്കും അത്ര ഗുണകരമല്ല, മോശമൊന്നുമല്ല. എങ്കിലും ഈ പെട്ടെന്നുള്ള ധനലാഭം ജൂലൈ 7 മുമ്പ് കിട്ടുന്നത് ഒരവസ്ഥ നോക്കുമ്പോൾ മേടക്കൂറിന് വളരെ കൂടുതൽ സാധ്യതയുണ്ട്. അതിൽ തന്നെ അശ്വതി ഭരണി നക്ഷത്രക്കാർക്ക് വളരെയേറെ സാധ്യതയുണ്ട്. അതുകൊണ്ടത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. കാർത്തിക നക്ഷത്രക്കാരും പ്രാർത്ഥനയോടെ ഒന്ന് ശ്രമിച്ചു നോക്കുക. കുറേയെങ്കിലുമൊക്കെ അവർക്ക് സാധിക്കും. പൂർണ്ണമായിട്ടും മറ്റ് 2 നക്ഷത്രക്കാരെ പോലെ പൂർണ്ണമായിട്ടും ഫലം കിട്ടാൻ ഇടയില്ല എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ബുധൻ 5ലേക്ക് വരുമ്പോൾ വീട്ടിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം. അതൊക്കെ വളരെ ചെറിയ തോതിലേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. പക്ഷേ കടങ്ങളെല്ലാം അടച്ചു തീർക്കാൻ സാധിക്കും. സാമ്പത്തികമായിട്ട് നന്നായിട്ട് സുരക്ഷിതമായ ഒരവസ്ഥയിൽ എത്താനായിട്ട് പറ്റുന്ന സന്ദർഭമാണ്. അതുകൊണ്ട് അശ്വതി ഭരണി നക്ഷത്രക്കാർ ഈ കാലം നന്നായിട്ട് ഉപയോഗിക്കുക, വളരെ ശ്രദ്ധയോടെ ഇരിക്കുക. ശാസ്താവിനും ഗണപതി ഭഗവാനും വഴിപാടുകൾ ചെയ്യേണ്ടതാണ്. ശനി അനുകൂലമാകാൻ വേണ്ടിയിട്ട് ശാസ്താവിന് നെയ്വിളക്ക് തെളിയിക്കുക. അപ്പോൾ ഈ ജൂലൈ 7 മുമ്പായിട്ട് ഏതെങ്കിലും ഒരു ദിവസം, ശനിയാഴ്ച പറ്റുമെങ്കിൽ ശനിയാഴ്ച, ഇല്ലെങ്കിൽ ബുധനാഴ്ച, ഏതെങ്കിലും ഒരു ദിവസം പോയി നെയ്വിളക്ക് തെളിയിക്കുക. അതുപോലെ ഗണപതി ഭഗവാനെ വഴിപാട് ചെയ്യുന്നതും വളരെ നല്ലതാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ആദ്യമായിട്ട് ചെയ്യുക. പിന്നെ നീരാഞ്ജനം നടത്തുന്നത് തടസ്സങ്ങളൊക്കെ മാറാൻ ഏറ്റവും നല്ലതാണ്. ഗണപതിക്ക് മുക്കുറ്റി അർച്ചനയുള്ള ക്ഷേത്രങ്ങളാണ് അടുത്തുള്ളതെങ്കിൽ മുക്കുറ്റി അർച്ചന ചെയ്യുന്നത് വളരെ ഗുണകരമാണ്. അതോടൊപ്പം തന്നെ ഹനുമാൻ സ്വാമിക്ക് ഒരു വെറ്റിലമാല കൂടെ വാങ്ങിച്ചു വെക്കുക, ഒരു വെണ്ണയും സമർപ്പിക്കുക. വളരെയേറെ ഭാഗ്യ ലാഭം ഉണ്ടാകാൻ ഗുണകരമായ വഴിപാടുകളാണ് ഇതെല്ലാം. അധികം ചിലവൊന്നുമില്ല. അപ്പോൾ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക്, ഇൻ്റർവ്യൂവിന് പങ്കെടുക്കുന്നവർക്കൊക്കെ ഈ സമയത്ത് നല്ല സാധ്യതയുണ്ട്. അപ്പോൾ അതിലൂടെയൊക്കെ ധനലാഭം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരൊക്കെ ഈ വഴിപാടുകളിലൂടെ ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. വിഷ്ണു ക്ഷേത്രത്തിൽ ഒരു തുളസിമാല സമർപ്പിക്കുക, വ്യാഴത്തിൻ്റെ ആനുകൂല്യം ലഭിക്കാനായിട്ട്. തീർച്ചയായിട്ടും ധനപരമായിട്ട് ഗുണകരമാണ്. അശ്വതി ഭരണി നക്ഷത്രക്കാർ ശ്രദ്ധിക്കുക. അടുത്തത് മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ശനി 3ലാണ് സഞ്ചരിക്കുന്നത്. 3ലെ ശനി മുടിചൂടും എന്നാണ് പ്രമാണം. അതോടൊപ്പം തന്നെ മറ്റ് ഗ്രഹസ്ഥിതി കൂടെ നമ്മൾ നോക്കണം. 3ലെ ശനി നാൽക്കാലി ലാഭം, അതായത് പശുക്കളും വളർത്തുമൃഗങ്ങളുടെയൊക്കെ ലാഭം ഉണ്ടാക്കും, കൃഷി ലാഭം ഉണ്ടാക്കും. ഇപ്പോൾ ഡയറി ഫാമൊക്കെ നടത്തുന്നവർക്ക് വളരെ ഗുണകരമായൊരു സമയമാണ്. പാല് കറന്ന് വിൽക്കുന്നവർക്ക് നല്ല സമയമാണ്. കൃഷി സംബന്ധമായിട്ട് നല്ല ആദായം കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഈ ശനിയുടെ വക്രഗതി ഉണ്ടാകുമ്പോഴത്തേക്കും ധനുക്കൂറുകാർക്ക് കുറേയേറെ ഗുണകരമായ ഫലങ്ങൾ ഉണ്ടാകും. ശരിക്കും അവരുടെ 7.5 ശനിയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ് ധനുക്കൂറുകാർക്ക്. അപ്പം കുറച്ചു കാലമായിട്ട് ഒരു അനക്കമില്ലാതെ നിൽക്കുകയായിരിക്കും അവരുടെ സാമ്പത്തിക സ്ഥിതി. അത് ഞാൻ ദോഷകരമല്ല, എന്നാലും അതിനകത്തൊരു വലിയ മാറ്റമില്ലാതെ നിൽക്കുകയായിരിക്കും. ഇപ്പം ശനി വക്രത്തിലോട്ട് വരുമ്പോൾ പെട്ടെന്ന് ഒരു ഷിഫ്റ്റ് ഉണ്ടാകും, ചില ഭാഗ്യാനുഭവങ്ങൾ പെട്ടെന്നുണ്ടാകും. പിന്നെ അവർക്ക് ഈ ഒരു സമയം നന്നായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് കടങ്ങളൊക്കെ തീർക്കാനായിട്ട് സാധിക്കും. തൊഴിൽ മേഖലയുള്ളവർക്ക് അനുകൂലമായ സമയമാണ്. ഭാഗ്യം കൊണ്ട് തന്നെ പല കാര്യങ്ങളും സാധിച്ചു കിട്ടുന്നതാണ്. മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും. വീട് പണിയാണെങ്കിലും വാഹനം വാങ്ങിക്കുന്നതാണെങ്കിലും യാത്രകളാണെങ്കിലും ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. കുടുംബജീവിതത്തിൽ സന്തോഷമുണ്ടാകും. പണം നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗുണകരമായ സമയമാണ്. നല്ല നിക്ഷേപ പദ്ധതികളിൽ മാത്രം നിക്ഷേപിക്കുക, വിശ്വസ്തമായ പദ്ധതികളിൽ മാത്രമേ നിക്ഷേപിക്കാവുള്ളൂ. അല്ലാതെ സമയം അനുകൂലമാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ മണ്ടത്തരം കാണിക്കരുത്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു വലിയ കഴിവാണ് ബുദ്ധി എന്നുള്ളത്. അപ്പം നമ്മുടെ ബുധനെ നന്നായിട്ട് ഉപയോഗിക്കുക, ബുദ്ധിപരമായിട്ട് നന്നായിട്ട് ചിന്തിച്ച് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക, നല്ല എക്സ്പെർട്ടുകളുടെ ഉപദേശം തേടിയിട്ട് മാത്രം നിക്ഷേപിക്കുക. എപ്പോഴും വിശ്വസ്തമായ നിക്ഷേപങ്ങൾ തിരഞ്ഞെടുക്കുക. കുറച്ച് കാലത്തിനുള്ളിൽ തന്നെ നല്ല റിട്ടേൺ അത് തരുന്നതാണ്. അപ്പോൾ ഈ വരുന്ന ഒരാഴ്ച അതിനൊക്കെ അനുകൂലമായ സന്ദർഭമാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ ബിസിനസ് ആരംഭിക്കാൻ ഗുണകരമായ സമയമാണ്. അതുപോലെ തന്നെ ഈ തൊഴിൽ
ചെയ്തു കൊടുക്കുന്ന, സർവീസ് ചെയ്തു കൊടുക്കുന്ന ബിസിനസ് ആണെങ്കിൽ അവർക്ക് കൂടുതൽ ആളുകളെ ചേർത്ത്, ഇപ്പോൾ പെയിൻറ്റിങ് ആണെന്ന് വിചാരിച്ചു, പെയിൻറ്റിങ് ഒക്കെ നമ്മളിപ്പോൾ ഒരു വീടായിരിക്കും ഒരു സമയത്ത് എടുത്ത് ചെയ്യുന്നത്. നമുക്ക് കൂടുതൽ ആളിനെ കൂട്ടിയിട്ട് 3-4 വീട് ഒരേ സമയത്ത് കോൺട്രാക്റ്റ് എടുത്ത് ചെയ്ത് കൊടുക്കാനൊക്കെ സാധിക്കും. അതുപോലെ തന്നെ ചെറിയ വീടുകളൊക്കെ പണിത് കൊടുക്കുന്നവർക്കാണെങ്കിലും സാധിക്കുന്നതാണ്. അപ്പോൾ അവർക്ക് ലേബറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് കൂടുതൽ സാധ്യത. കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ടത്, മരാമത്ത് പണികളുമായിട്ട് ബന്ധപ്പെട്ടത്, ഇത്തരമൊക്കെ കാര്യങ്ങൾക്കാണ് ഈ മൂലം പൂരാട ഉത്രാട നക്ഷത്രക്കാർക്ക് കൂടുതൽ സാധ്യത ഈ സമയത്തുള്ളത്, അതായത് ജൂലൈ 7 വരെയുള്ള സമയത്ത്. അപ്പോൾ അത് അവരൊന്ന് ശ്രദ്ധിക്കുക, കിട്ടുന്ന അവസരങ്ങൾ നന്നായിട്ട് ഉപയോഗിക്കുക. വ്യാപാരം പുതിയ മേഖലയിലേക്ക് വ്യാപിപ്പിക്കാൻ പറ്റിയ കാലഘട്ടമാണ്. അപ്പോൾ അത് ആലോചിച്ച് നോക്കിക്കുക. ഇപ്പോൾ പെയിൻറ്റിങ് മാത്രം ചെയ്യുന്ന ആൾക്കാർക്ക് അത്യാവശ്യം മെയിൻ്റനൻസ് കൂടെ ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക എന്നൊരു കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ബിസിനസ് കുറച്ചുകൂടെ ഒന്ന് വളർച്ചയിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ ധനുക്കൂറുകാരുടെ 7-ലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് ബിസിനസ്സിലൊക്കെ ലാഭം ഉണ്ടാകുമെങ്കിലും കുറച്ച് മാനസിക സമ്മർദ്ദമൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതേസമയത്ത് ജൂലൈ 7 ആകുമ്പോഴത്തേക്കും ശുക്രൻ അവരുടെ 8-ാം ഭാവത്തിലേക്ക് വരും. അപ്പോഴത്തേക്കും വീട്ടിലോട്ടുള്ള ഉപകരണങ്ങൾ വാങ്ങിക്കും, കുറച്ച് ആഡംബര വസ്തുക്കളൊക്കെ വാങ്ങിക്കും, ആഭരണങ്ങൾ, രത്നങ്ങൾ തുടങ്ങിയവ വാങ്ങിക്കാൻ സാധ്യതയുണ്ട്. എല്ലാവരും രത്നം വാങ്ങിക്കുമെന്നല്ല കേട്ടോ, ഓരോരുത്തരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ആഭരണമൊക്കെ വാങ്ങിക്കാം. ഭാര്യയ്ക്കും മക്കൾക്കും കുഞ്ഞുങ്ങൾക്കും കൊച്ചുമക്കൾക്കൊക്കെ ആഭരണങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പോഴത്തെ ഗ്രഹാവസ്ഥ കൊണ്ട് കടം നല്ലൊരു പരിധിവരെ വീട്ടാനായിട്ട് സാധിക്കും. ബുധൻ കർക്കടക രാശിയിൽ 8-ലേക്ക് വരുന്നത് ധനഭാഗ്യത്തിന് വളരെ ഗുണകരമാണ്. ബുധൻ ഇപ്പം കർക്കടക രാശിയിലേക്ക് മാറും. അത് ഇവർക്ക് ധനുക്കൂറുകാർക്ക് ഗുണകരമാണ്, മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാർക്ക്. അപ്പോൾ ചൊവ്വ 5-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും ഈ ബുധൻ്റെയും ശുക്രൻ്റെയും ഒക്കെ രാശിയുടെ പ്രത്യേകത കൊണ്ട്, അവരുടെ സ്ഥാനത്തിൻ്റെ പ്രത്യേകത കൊണ്ട് ആ ചൊവ്വയുടെ ദോഷകരമായ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് കുറയും. അപ്പോൾ 7-ൽ സൂര്യൻ നിൽക്കുന്നത് യാത്രകളും അലച്ചിലുകളും ഒക്കെ ഉണ്ടാകാൻ കാരണമാകും. പക്ഷേ അധികാര സ്ഥാനങ്ങളുമായിട്ട് നല്ല ബന്ധങ്ങൾ ഉണ്ടാകാനും ഇടയാകും. പിന്നെ 3-ലെ ശനി വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ഈ നമ്മൾ നന്നായിട്ട് സന്തോഷിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും ചെറിയ ദുഃഖാനുഭവം ഉണ്ടാകും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ശനി പൂർണ്ണമായിട്ട് നമ്മളെ സന്തോഷിക്കാൻ വിടുകയില്ല എന്നുള്ളതും ഓർത്തിരിക്കുക. അപ്പം അവസരങ്ങൾ കൃത്യമായിട്ട് നോക്കിയിരിക്കുക. ഭാഗ്യപരീക്ഷണങ്ങൾ ഈ മൂലം പൂരാട ഉത്രാട നക്ഷത്രക്കാർക്കും ഒരു പരിധിവരെ ചെയ്യാവുന്നതാണ്. അപ്പോൾ അവരത് ശ്രദ്ധിക്കുക. ഉത്രാടം എന്തുകൊണ്ടാണ് ഉൾപ്പെടുത്തിയത് എന്ന് ചോദിച്ചാൽ, ഉത്രാടത്തിൻ്റെ കാൽഭാഗമേ ധനുക്കൂറിൽ വരുന്നുള്ളെങ്കിലും ഉത്രാടം മകരക്കൂറിലും കൂടെയാണ് ചേർന്ന് വരുന്നത്. ഈ മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ശനി നിൽക്കുന്നത് അവരുടെ 2-ാം ഭാവത്തിൽ മൂലത്രികോണത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെയും ഒരു ധനഭാവത്തിന് സാധ്യതയുണ്ട്. അപ്പോൾ ഈ ശനി വക്രവും മറ്റ് അനുകൂല ഗ്രഹാവസ്ഥകൾ വരുമ്പോഴത്തേക്കും ഉത്രാട നക്ഷത്രക്കാരെ കൂടെ നമ്മൾ ഉൾപ്പെടുത്തി എന്നുള്ളതേ ഉള്ളൂ. അടുത്തത്, അപ്പോൾ അവരുടെ വഴിപാട് പറഞ്ഞില്ലല്ലോ, അവരും ശാസ്താവിന് വഴിപാട് ചെയ്യുക. മൂലം പൂരാട ഉത്രാട നക്ഷത്രക്കാർ ഏറ്റവും പ്രധാനമായിട്ട് ശനി അനുകൂലമാകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ശനിയുടെ ഗുണഫലങ്ങൾ ലഭിക്കാൻ ശാസ്താവിന് വഴിപാട് ചെയ്യുക, ഗണപതി ഭഗവാന് വഴിപാട് ചെയ്യുക, കുടുംബദേവതയായ ദേവിക്ക് വഴിപാടുകൾ ചെയ്യുക. എന്തെങ്കിലും ചെറിയ മാനസിക സമ്മർദ്ദം അനുഭവപ്പെട്ടാൽ മഹാദേവന് കൂവളമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പിന്നെ അവരുടെ 4-ാം ഭാവത്തിലാണ് രാഹു സഞ്ചരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാഹുദോഷം പരിഹരിക്കാനുള്ള ഒരു ആയില്യ പൂജയോ അല്ലെങ്കിൽ സർപ്പത്തിനൊരു മഞ്ഞൾപ്പൊടി വാങ്ങിച്ചു വെക്കുകയോ, അതൊന്നും അല്ലെങ്കിൽ നാരങ്ങാവിളക്ക് സമർപ്പിക്കുകയോ, ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ നാരങ്ങാവിളക്ക് സമർപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. മറ്റ് 2 കാര്യങ്ങളാണ് വളരെ പ്രധാനമാണ്. ശാസ്താവിനും ഗണപതിക്കും ദേവിക്കും മറ്റ് 3 കാര്യങ്ങൾ. അത് വളരെ പ്രധാനമാണ്. നിങ്ങളുടെ ഭാഗ്യം വളരെയേറെ വർദ്ധിപ്പിക്കും. ഈ ധനം വീട്ടിലോട്ട് വന്നാലും നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കണമല്ലോ, മാനസിക പ്രശ്നമില്ലാതെ, സങ്കടമില്ലാതെ ഉപയോഗിക്കണമല്ലോ. അതുകൊണ്ടാണ് രാഹുവിനും കൂടെ വഴിപാട് ചെയ്തോളൂ എന്ന് പറഞ്ഞത്. എല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ, അധികം പണമൊന്നും മുടക്കണ്ട. 10-20 രൂപയുടെ കാര്യമേ ഉള്ളൂ ഇതൊക്കെ ചെയ്യാനായിട്ട്. ശാസ്താവിന് നീരാജനമോ നെയ്വിളക്കോ എന്തെങ്കിലും ഒരു വഴിപാട് സമർപ്പിക്കുക. അടുത്തത് കന്നിക്കൂറിൽപ്പെട്ട ആൾക്കാരാണ്, അതായത് ഉത്രം, അത്തം, ചിത്തിര. ചിത്തിരയുടെ ആദ്യ പകുതിയെ നമുക്ക് കണക്കിലെടുക്കാൻ പറ്റുള്ളൂ. ഉത്രവും അത്തവും കന്നിക്കൂറിലാണ് ഉൾപ്പെടുന്നത്. ഉത്രത്തിൻ്റെ 3/4 ഭാഗവും അത്തവും ചിത്തിരയും. അപ്പോൾ ഉത്രം നക്ഷത്രത്തിന് വലിയ
പൂർണ്ണമായിട്ട് ഏകദേശം ഉൾപ്പെടുത്താം, അത്തത്തിനെ ഉൾപ്പെടുത്താം. ചിത്തിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പകുതി കന്നിക്കൂറി വരുന്നു. അവർക്ക് 6-ാം ഭാവത്തിലാണ് ശനി സഞ്ചരിക്കുന്നത്. അവർക്ക് ഗുണകരമാണ്. 6-ലെ ശനി ഗുണകരമാണ്. ശത്രുനാശവും രോഗശാന്തിയും കാര്യവിജയവുമാണ് 6-ൽ ശനി സഞ്ചരിക്കുമ്പോഴുള്ള സാമാന്യ ഫലം. പക്ഷേ ധനലാഭം പൂർണ്ണമായിട്ടും പറയാൻ കഴിയില്ല. പക്ഷേ വലിയൊരു ഗുണം എന്താണ്? ശത്രുക്കൾ കാരണമായിട്ട്, ശത്രുക്കളുടെ ഉപജാപങ്ങളോ ദുഷ്പ്രവൃത്തികളോ ഒക്കെ കാരണമായിട്ട് തടഞ്ഞു വെക്കപ്പെട്ട ധനം ഈ സമയത്ത് കയ്യിലേക്ക് വന്നു ചേരും. അപ്പം മറ്റ് ബിസിനസ്സിൽ കൂടെയുള്ള ലാഭം നേരത്തെ പറഞ്ഞ നക്ഷത്രക്കാരെ അപേക്ഷിച്ച് ഇവർക്ക് ഇത്തിരി കുറവായിരിക്കും. അത്രയും തന്നെ ധനലാഭം ഉണ്ടാകാൻ സാധ്യതയില്ല. അതേസമയത്ത് രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നവർക്ക് രോഗങ്ങളൊക്കെ കുറയുന്നതിലൂടെ ആ ചികിത്സാ ചെലവ് കുറയ്ക്കാനായിട്ട് സാധിക്കും. ജോലി മുഖേന ലഭിക്കുന്ന ശമ്പളത്തിൽ നിന്ന് നല്ലൊരു എമൗണ്ട് മാറ്റിവെച്ച് സമ്പാദ്യം ഉണ്ടാക്കാൻ സാധിക്കും. കടങ്ങൾ നല്ലൊരു അളവ് വരെ വീട്ടാനും സാധിക്കുന്നതാണ്. നേരത്തെ നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്ന് വളരെയേറെ ലാഭമുണ്ടാകുന്നതാണ്. കടം വീട്ടാൻ സാധിക്കുക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ് ഈ സമയത്ത്. അപ്പോൾ ചൊവ്വയെ കൊണ്ട് നോക്കുമ്പോഴത്തേക്കും ഒരു ഗുണദോഷ സമ്മിശ്ര ഫലമാണ് ധനപരമായ കാര്യങ്ങളിൽ അനുഭവപ്പെടുന്നത്. ചൊവ്വ 8-ാം ഭാവത്തിലും 9-ാം ഭാവത്തിലുമായിട്ടാണ് ചൊവ്വ അവരുടെ 8-ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ഈ സമയത്ത്, ഈ ജൂലൈ 7 വരെയുള്ള സമയത്ത്. അതിനുശേഷം 9-ലേക്ക് പോകും. ജൂലൈ 12 ആകുമ്പം 9-ാം ഭാവത്തിലേക്ക് കടക്കും. അപ്പം വ്യാഴമാണെങ്കിൽ 9-ൽ സഞ്ചരിക്കുകയാണ് ഇപ്പം. 9-ൽ വ്യാഴം, ഭാഗ്യഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. തീർച്ചയായിട്ടും ധനലാഭം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാൻ സാധിക്കും. നിക്ഷേപങ്ങളിൽ നിന്ന് നല്ല ആദായം കിട്ടും. ശുക്രൻ 10-ാം ഭാവത്തിൽ വരുന്നത് ബന്ധുക്കളുമായിട്ട് ഒരല്പം അഭിപ്രായ വ്യത്യാസം സൃഷ്ടിച്ചേക്കാം. എങ്കിലും കർമ്മ രംഗത്ത് ഗുണകരമാണ്. വ്യാപാരത്തിലാണെങ്കിലും കൊടുക്കൽ വാങ്ങലുകൾക്കാണെങ്കിലും അതുപോലെ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനാണെങ്കിലും ശുക്രൻ ഗുണകരമാണ്. അതുപോലെ തന്നെ 11-ലേക്കാണ് ബുധൻ ഇപ്പോൾ വരാൻ പോകുന്നത്. 11-ൽ വരുന്ന ബുധനും നല്ല ഭാഗ്യം നൽകും. ബുദ്ധിപരമായ നിക്ഷേപങ്ങളൊക്കെ നടത്താനും അതിൽ നിന്ന് ഭാവിയിൽ നല്ല രീതിയിൽ സമ്പത്തുണ്ടാക്കാനും സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാർ, ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാർ നല്ല ദൈവപ്രാർത്ഥനയോടുകൂടി കാര്യങ്ങൾക്ക് ശ്രമിക്കുക. ഭാഗ്യപരീക്ഷണങ്ങൾ അവർക്കും ചെയ്യാവുന്നതാണ്. അവർക്കും പെട്ടെന്നുള്ള ധനഭാഗ്യ യോഗത്തിന് സാധ്യതയുണ്ട്. മറ്റ് 2 കൂറുകാരെ വെച്ച് നോക്കുമ്പോൾ അത്ര തന്നെ സാധ്യതയില്ല എന്നുള്ളതേ ഉള്ളൂ. എങ്കിലും ഒട്ടും നിരാശപ്പെടേണ്ട, അവസരങ്ങൾ അവരെ തേടി വരും. പുതിയ ബിസിനസ് കാര്യങ്ങളുമായിട്ട് ആൾക്കാർ സമീപിക്കും. നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം അതിൽ ഇടപെടുക. ഏജൻസി തുടങ്ങിയ ബിസിനസ്സുകളൊക്കെ തുടങ്ങാം. നല്ല സ്ഥാപനങ്ങളുടെ ഏജൻസി തുടങ്ങുന്നത് നല്ലതാണ്. അതായത് ഇപ്പം തന്നെ ട്രേഡിൽ വിജയിച്ച് നിൽക്കുന്ന സ്ഥാപനങ്ങളുടെയൊക്കെ, വ്യാപാരത്തിൽ വിജയിച്ച് നിൽക്കുന്ന സ്ഥാപനങ്ങളുടെ ഏജൻസി തുടങ്ങുന്നത് കുഴപ്പമില്ല. നല്ല മാർക്കറ്റിൽ നല്ല സെയിലുള്ള ഏജൻസികളൊക്കെ, വ്യാപാര സ്ഥാപനങ്ങൾ നമ്മളെ സമീപിച്ചാൽ നമുക്ക് അതിൻ്റെ ഒരു റീറ്റെയിൽ, അതായത് ചില്ലറ വിൽപ്പന സ്ഥാപനം തുടങ്ങുന്നതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ ശനി കാരണമായിട്ട് കൃഷിയിൽ നിന്ന് നല്ല ലാഭം ഉണ്ടാകും. കൃഷിഭൂമി വിൽക്കുന്നതിലൂടെ ലാഭം ഉണ്ടാകും. പൈതൃക സ്വത്തൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെ, പൈതൃക സ്വത്തിൻ്റെ ഭാഗമായിട്ടുള്ള ധനം ലഭിക്കാനുള്ള സാധ്യത ഉണ്ട്. വ്യാഴവും അതിന് സഹായിക്കും. വ്യാഴം പുരാതനം പുണ്യം എന്ന് പറയുന്ന പോലെ നമുക്ക് പൗരാണികമായ കുറേ പുണ്യം നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരു ഗ്രഹമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സമയത്ത് പൈതൃകമായ സ്വത്ത്, കുടുംബപരമായ സ്വത്തൊക്കെ നമ്മളിലോട്ട് വന്നു ചേരാം. അപ്പോൾ എന്താണെങ്കിലും ഈ നക്ഷത്രക്കാർക്ക്, തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് സാമാന്യം നല്ല ഗുണകരമായ കാലമാണ്. പിന്നെ നല്ല നിക്ഷേപങ്ങൾ നടത്തുക, നല്ല ഷെയറുകളിൽ നിക്ഷേപിക്കുക, അതുപോലെ തന്നെ നല്ല മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കുക. ഇനി അതൊന്നും അതിനെപ്പറ്റിയൊന്നും അറിയത്തില്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് നിക്ഷേപമുണ്ട്. മാസം തോറും ചെറിയൊരു തുക ഇട്ടാൽ 5 വർഷം അല്ലെങ്കിൽ 7 വർഷമൊക്കെ കഴിയുമ്പം നല്ലൊരു എമൗണ്ട് കിട്ടുന്ന നിക്ഷേപങ്ങൾ പോസ്റ്റ് ഓഫീസിലും ബാങ്കിൽ ഒക്കെ ഉണ്ട്. ചിട്ടികളുണ്ട്, പല രീതിയിലുള്ള മുഴുവൻ തുകയും പ്രൈസ് മണിയായിട്ട് കിട്ടുന്ന ചിട്ടികൾ ഇപ്പം KSFE പോലുള്ള സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. അപ്പം നിക്ഷേപങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു അവസരമാണ് ഈ ഒരാഴ്ച. അല്ലെങ്കിൽ അതിനെപ്പറ്റി നല്ലൊരു ഉറച്ച തീരുമാനമെടുത്ത് ചെയ്തു തുടങ്ങാവുന്ന ഒരു കാലമാണ് ഈ ജൂലൈ 7 വരെയുള്ള സമയം. അപ്പം ശനിയുടെ സ്ഥിതി കൊണ്ട് മാത്രമല്ല, മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതി കൂടെ കണക്കിലെടുത്താണ് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങൾ ചെറിയ ഭാഗ്യപരീക്ഷണങ്ങളൊക്കെ ചെയ്യുക. ഇതിൽ കുറേ ആൾക്കാർക്കെങ്കിലും ജാതകപരമായിട്ട് വ്യാഴവും ശനിയും ബുധനും ശുക്രനും ഒക്കെ ഗുണകരമായിട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് ഈ സമയത്ത് പല രീതിയിലുള്ള ചെറുതോ വലുതോ ആയ ഭാഗ്യ യോഗങ്ങൾക്ക് സാധ്യതയുണ്ട്. കടങ്ങൾ വീട്ടാനും നിങ്ങൾക്ക് സാധിക്കും. അപ്പം നിങ്ങൾക്ക്
അത് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം മറന്നുപോയി. ഉത്രാത്തം ചിത്രക്കാർ ഏറ്റവും പ്രധാനമായിട്ട് വഴിപാട് ചെയ്യേണ്ടത് ശ്രീകൃഷ്ണ ഭഗവാന് വഴിപാട് ചെയ്യണം. വരുന്ന ബുധനാഴ്ച ദിവസം ശ്രീകൃഷ്ണ ഭഗവാന് നെയ്വിളക്ക് സമർപ്പിച്ച് തുളസിമാലയും കൂടെ സമർപ്പിക്കുക, അല്ലെങ്കിൽ ഒരു അർച്ചന സമർപ്പിക്കുക. വളരെ നല്ലതാണ്. അതോടൊപ്പം ഗണപതി ഭഗവാനും ശാസ്താവിനും നെയ്വിളക്ക് തെളിയിക്കുക. മുക്കുറ്റി പുഷ്പാഞ്ജലി പോലുള്ളത് ഗണപതി ഭഗവാന് ചെയ്യാവുന്നതാണ്. കുടുംബദേവതയ്ക്ക് ഒരു പിടി നാണയം സമർപ്പിക്കുക. സർപ്പദൈവങ്ങൾക്ക് മഞ്ഞൾപ്പൊടി സമർപ്പിക്കുക. ഇതൊക്കെ വളരെ ഗുണകരമാണ്. അപ്പം നിങ്ങൾക്ക് പരിപൂർണമായിട്ടും ധനഭാവം ഗുണകരമല്ല എങ്കിൽ പോലും ഭാഗ്യയോഗങ്ങൾക്ക് സാധ്യതയുള്ളതുകൊണ്ട് ഈ ചെയ്തതോടുകൂടി ഈ വഴിപാടുകൾ മനസ്സർപ്പിച്ച് തന്നെ ചെയ്യുക. എന്നിട്ട് നിങ്ങളൊന്ന് ശ്രമിക്കുക. നിങ്ങളുടെ വ്യാപാരം വർദ്ധിപ്പിക്കാനും നിങ്ങൾക്ക് പുതിയ പുതിയ അവസരങ്ങൾ തുറന്നു വരാനും ഒക്കെ സാധിക്കും. അപ്പോൾ ഇത് ധനപരമായ കാര്യങ്ങൾ പറഞ്ഞെങ്കിലും ജോലി കിട്ടാനും അവർക്ക് സാധ്യതയുള്ളൊരു സമയം കൂടെയാണ്. ഇൻ്റർവ്യൂവിന് പോകുന്നവരും ടെസ്റ്റ് എഴുതുന്നവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് പോവുക. ഈ സമയത്ത് നിങ്ങൾക്ക് സാധ്യതയുള്ളൊരു സമയമാണ്. അപ്പോൾ ഇത്രയും നക്ഷത്രങ്ങളെയാണ് എൻ്റെ ഒരു ഗണിതത്തിൽ ഞാൻ ജൂലൈ 7 മുമ്പ് ധനയോഗമുള്ളതായിട്ട് കാണുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒക്കെ അപേക്ഷിക്കുന്നു. ഇപ്പോൾ ശനി വക്രം എന്ന് പറയുന്നത് കുംഭത്തിൽ നിൽക്കുന്ന ശനിയുടെ വക്രമായതുകൊണ്ട് പ്രത്യേകിച്ച് ദോഷാവസ്ഥയൊന്നുമല്ല. ഈ നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ചും ഗുണകരമായ കാലമാണ്. അപ്പം നിങ്ങൾ ഈശ്വര പ്രാർത്ഥനയോടുകൂടി എല്ലാ കാര്യവും ചെയ്യുക. ഈ നക്ഷത്രക്കാർക്കെല്ലാം വളരെ ശുഭകരമായിട്ട് അടുത്ത ഒരാഴ്ച ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.